ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സാബുനരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ. ഇനി പാലം തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് വാട്ടിയെടുക്കട്ടോ. ക്യാരറ്റ് വാടിയ ശേഷം തിളപ്പിച്ചെടുത്ത പാല് പാർന്ന് കൊടുക്കട്ടോ. പാല് തിളച്ച് വന്നിട്ട് ഞാൻ സാബുനരി വെള്ളത്തിലിട്ടിന് കേട്ടോ. അതും കൂടി പാർന്ന് കൊടുക്കട്ടോ. ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനേക്കുള്ള ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഇനി പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ പായസം റെഡി ആയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിടാൻ കൂടിയിട്ടില്ല, ഓരോ പ്രശ്നമായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം 2 ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സാബുനരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ. ഇനി പാലം തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് വാട്ടിയെടുക്കട്ടോ. ക്യാരറ്റ് വാടിയ ശേഷം തിളപ്പിച്ചെടുത്ത പാല് പാർന്ന് കൊടുക്കട്ടോ. പാല് തിളച്ച് വന്നിട്ട് ഞാൻ സാബുനരി വെള്ളത്തിലിട്ടിന് കേട്ടോ. അതും കൂടി പാർന്ന് കൊടുക്കട്ടോ. ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനേക്കുള്ള ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഇനി പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ പായസം റെഡി ആയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിടാൻ കൂടിയിട്ടില്ല, ഓരോ പ്രശ്നമായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.